പള്ളിയുടെ മതില് ഹൗല് മാത്രമല്ല കയ്യേറ്റമുള്ളത്, മൊത്തത്തിൽ നടക്കട്ടെ. എന്നിട്ട് മുഴുവനായി പൊളിച്ചു നീക്കപ്പെടുകയാണെങ്കിൽ പള്ളിയുടെ ഭാഗവും പൊളിച്ചു നീക്കാൻ ഒരാളും പുറത്തുനിന്ന് വരേണ്ടതില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പൊളിച്ചു നീക്കം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ മുസ്തഫ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ചില ഇംഗിതത്തിനനുസരിച്ച് പള്ളിക്കൽ ബസാറിലെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകരുത്. കാരണം അദ്ദേഹം ഇപ്പോൾ ജാള്യത മറക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിക പ്രേമം അത് ഞങ്ങളോട് പറയരുത്. മുസ്ലിം ലീഗ്, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു യാത്ര നടത്തിയപ്പോൾ അതിന്റെ പ്രമേയം എന്താ? നീതി, സമത്വം, സ്വാതന്ത്ര്യം, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഫ്ലെക്സ് ബോർഡുകളിൽ ഞങ്ങൾ കണ്ടിരുന്നത്. ഇത് ജനക്കൂട്ടത്തോട് സംസാരിക്കാനുള്ളതാണോ ഈ സമത്വം? ജനക്കൂട്ടത്തോട് കേവലം പറയാനുള്ളതാണോ ഈ നീതി? ജനക്കൂട്ടത്തോട് കേവലം കയ്യടി വാങ്ങിക്കാനുള്ളതാണോ ഈ സ്വാതന്ത്ര്യ പ്രഭാഷണങ്ങൾ? അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗ് എന്തിനു വേണ്ടിയാണ് പള്ളിയുടെ മതില് പൊളിക്കാൻ? ഞങ്ങൾക്കറിയാം, വളരെ കൃത്യമായിട്ടറിയാം. ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ എല്ലാവരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം, പ്രത്യേകിച്ച് മുസ്തഫ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സമ്മർദ്ദത്തിനാണ് മറ്റ് ലീഗുകാർ വഴങ്ങുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഈ പള്ളിയുടെ മതില് പൊളിക്കാൻ വേണ്ടി വരുന്നത് എന്തിനാണ് ഈ ഹൗദ് പൊളിക്കാൻ വേണ്ടി വരുന്നത്? ഞങ്ങൾ ചോദിക്കട്ടെ, അത് കൃത്യമായിട്ട് ഇത് വഖഫ് സ്വത്താണ്. അതുകൊണ്ട് തന്നെ വഖഫിന്റെ അധികൃതര് അവര് റീസർവ് നടത്തട്ടെ. അങ്ങനെ റീസർവ് നടത്തിയിട്ട് പൊതുസ്ഥലത്താണ് ഇതുള്ളതെങ്കിൽ മുസ്ലിമീങ്ങളായ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സുഹൃത്തുക്കളെ ഈ ഭാഗം ഞങ്ങൾ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിനനുസരിച്ച് പള്ളി മദ്രസ പൊളിക്കാൻ ഇങ്ങോട്ട് വന്നാൽ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതേ സമയത്ത് ഞങ്ങൾ പറയുന്നത്, ഇത് വഖഫിന്റെ അധികൃതർ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റീസർവ് നടത്തിയിട്ട് അത് അവിടെ മാത്രം പൊളിക്കാൻ സമ്മതിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പൊളിക്കാൻ സമ്മതിക്കൊന്നുമില്ല. പള്ളിക്കൽ ബസാറിൽ എവിടെയൊക്കെയോ അനധികൃത കെട്ടിടമുണ്ടോ അത് മുഴുവനും പൊളിച്ചങ്ങ് തുടങ്ങി പള്ളിയുടെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ പൊളിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ പൊളിച്ചോളൂ. ഞങ്ങൾക്കതിൽ യാതൊരുവിധ കുഴപ്പമില്ല. ഇവിടെ ഒരു കാര്യം, ഒരു ഇലക്ഷനൊക്കെ ആസന്നമായി നിൽക്കുന്ന സമയത്ത് ഇത്രയേറെ പാഠങ്ങൾ മുസ്ലിം ലീഗിന് ഈ പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ട് മുസ്ലിം ലീഗ് നന്നാകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇനി നിങ്ങളെ ഞങ്ങൾ നന്നാക്കിയിട്ടേ അടങ്ങൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിം ലീഗ് ഇസ്ലാമിക പ്രേമം സംസാരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു രാഷ്ട്രീയം പറയുകയാണെന്നോ ഒരു വിവാദം പറയുകയാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പള്ളി, ഖുർആന്, മദ്രസ, ഇതൊന്നും മുസ്ലിം ലീഗിന് അത്ര വലിയ ആദരവൊന്നുമില്ല. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ, ഓണപ്പറമ്പിൽ പള്ളിയും മദ്രസയും തകർത്തതാരാ? ആരാ പള്ളി തകർത്തത്? എത്ര BJPയുടെ ആളുകൾ പ്രസംഗിച്ചു ഞങ്ങളാണോ പള്ളി തകർക്കുന്നത് എന്ന്? 1992 ഡിസംബർ 6 അയോധ്യയിലെ ബാബരി പള്ളി തകർത്തപ്പോ എന്തൊക്കെ ഉശിരില യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത്? ആ യൂത്ത് ലീഗിന്റെ MSFന്റെ പ്രതിഷേധം ഞങ്ങളൊന്നും ഓണപ്പറമ്പിൽ കാണാതെ പോയത്? ഓണപ്പറമ്പിലെ മുസ്ലിം പള്ളി തകർത്തത് മുസ്ലിം ലീഗുകാരാണ്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ആ പള്ളി തകർത്തത് എന്ന് ഞങ്ങളല്ല പറയുന്നത്. അതിലെ പ്രതികൾ പിടിക്കപ്പെട്ടല്ലോ. അവരായിരുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ ഖുർആനാണ് കത്തിച്ചത്. ഖുർആൻ കത്തിച്ചു, അബദ്ധത്തിൽ കത്തിയതല്ല. ഖുർആനിന്റെ കോപ്പികൾ കൂട്ടിയിട്ട് കത്തിച്ചു. ആരാണ് കത്തിച്ചത്? ഇതൊക്കെ 4 ആളെ അറിയിക്കേണ്ട ആവശ്യം എന്താ മുസ്ലിം ലീഗിനുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അത് സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമാണെന്നൊക്കെ 4 ആളെ മുമ്പിൽ വെച്ച് പറയുന്ന വർത്തമാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പള്ളിക്കൽ ബസാറിലെ പ്രശ്നം ഊതി കത്തിക്കാനല്ല നോക്കേണ്ടത്, പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ്. ഇത് പള്ളിക്കൽ ബസാറിൽ മാത്രമല്ല, കേരളത്തിലെ അനവധി മഹല്ലുകളിൽ ഇത് വലിയ വിവാദങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അറിയണം, മുസ്ലിം ചെറുപ്പക്കാര് നിങ്ങളുടെ രാഷ്ട്രീയ മെയിനിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ ലെവലിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സമീപകാലത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത് അതിക്രൂരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, വഞ്ചനകളാണ്, രീതികളാണ്. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, ഇനി ചോദിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ചോദിക്കാം, ഗുജറാത്ത് ഫണ്ട് മുക്കിയത് ആരായിരുന്നു എന്നുള്ളത്, ഇവിടെ അറബിക് സർവകലാശാല ഇല്ലാതെയാക്കുന്നത് ആരാണെന്നുള്ളത്,
ഇഫ്ലൂഖ് സാലിമിനെ ക്യാമ്പസ് കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് അതൊക്കെ ഞങ്ങൾ ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ ചോദിക്കാം. ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, സമുദായത്തിന്റെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഒരു പർദാബിന് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് എത്ര മാസങ്ങൾക്ക് മുമ്പുള്ള വിവാദമാണ്. പക്ഷെ MSF ഇപ്പൊ അത് പൊടി തട്ടിയെടുത്ത് ഇതൊരു പ്രക്ഷോഭത്തില് ഇതൊരു ഒരു ഐക്യത്തിനുണ്ടാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം MSFന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ത് ലാഭത്തിലാണ്? ആസന്നമായിരിക്കുന്ന ഇലക്ഷനിൽ മുസ്ലിം ലീഗുകളുടെ വോട്ട് ഏകീകരിക്കണം. മുസ്ലിം ലീഗ് ഒരു കാര്യം മനസ്സിലാക്കണം, അവിടുന്ന് തലപ്പത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴേക്ക് അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്നവനാണ് കേരളത്തിലെ മുസ്ലിം ലീഗുകൾ ധരിച്ചുവെങ്കിൽ നിങ്ങളെപ്പോലെ വിഡ്ഢികൾ കേരളത്തിൽ വേറെ ആരുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ എല്ലാ ലീഗുകാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പള്ളിക്കൽ ബസാറിലെ ലീഗുകാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ വിഷയത്തിലൊക്കെ എത്രയോ വേദനയുള്ള ലീഗുകാര് ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവര് മുന്നോട്ട് വരണം. മുസ്തഫ തങ്ങളുടെ ഈ നിലപാടുകളിൽ പ്രതിഷേധിക്കുന്ന ലീഗുകാര് പള്ളിക്കൽ ബസാർ പഞ്ചായത്തിൽ തന്നെ ഉള്ളത് ഞങ്ങൾക്കറിയാം. അവരെ എല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് വരണം. എന്നിട്ട് ഇത്തരം വലിയേട്ട മനോഭാവക്കാരെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘടന എന്ന് പറയുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ആവട്ടെ, SYS ആവട്ടെ, SSF ആവട്ടെ, ഞങ്ങൾ ഇന്നുവരെ ഒരു പള്ളി തകർത്തിട്ടില്ല. ഞങ്ങൾ ഇന്നുവരെ ഒരു മദ്രസ കത്തിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നുവരെ ഒരു പ്രവർത്തകനെ കൊല ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ CBI കേസ് ഏറ്റെടുക്കുന്ന പല കേസുണ്ട്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. കേരളത്തിലെ 7 പാവപ്പെട്ട പ്രവർത്തകന്മാരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ. അതിൽ അവസാനമായി കൊല ചെയ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കല്ലാംകുഴി എന്ന് പറയുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കല്ലാംകുഴി എന്ന് പറയുന്ന പ്രദേശത്ത്. അവിടെ ഒരു കുടുംബ കലാപമല്ല ഉണ്ടായിട്ടുള്ളത്. മണ്ണാർക്കാട്ടുകാർക്കറിയാം അവിടെ എന്തേ ഉണ്ടായി എന്നുള്ളത്. നൂറുദ്ദീൻ എന്ന് പറയുന്ന കല്ലാംകുഴിയിലെ സഹോദരൻ SSFന്റെ പ്രവർത്തകനാണ്. അതേപോലെ അവരുടെ ജേട്ടൻ കുഞ്ഞു ഹംസ എന്ന് പറയുന്ന സഹോദരൻ. ഈ 2 സഹോദരങ്ങളെയും അതിക്രൂരമായ രീതിയിൽ, മൃഗീയമായ രീതിയിൽ വെട്ടി കൊലപ്പെടുത്തിയത് ആരായിരുന്നു എന്നുള്ളത് CBI അന്വേഷിക്കട്ടെ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, 46-ലധികം വെട്ടുകളാണ് സുഹൃത്തുക്കളെ കുഞ്ഞു ഹംസയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് നൂറുദ്ദീന് അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം ചോദിച്ച സമയത്ത് മൂത്രമൊഴിച്ചു കൊടുത്ത് പ്രതിഷേധിച്ചവരാരാണെന്നുള്ളത് CBIയുടെ അന്വേഷണത്തിൽ മുന്നോട്ട് വരട്ടെ. അത് കൃത്യമായി CBI ഏറ്റെടുക്കട്ടെ. ആരാണ് ഇവിടെ ഇസ്ലാമിക പ്രേമം കാണിക്കുന്നത്? ആരാണ് ഇവിടെ സമുദായ കൂറ് കാണിക്കുന്നത്? എന്തിന്റെ പേരിലാണെങ്കിലും കടാരയെടുത്ത് ഞങ്ങളെ ദീൻ പഠിപ്പിച്ച ഞങ്ങളുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് മതം പകർന്നു നൽകിയ അമ്പിയാക്കൾ, ലോകത്തിന്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഒരു തവളയെ പോലും വേദനിപ്പിക്കരുത് എന്നാണ്. എന്നിട്ടാണ് ഒരു മനുഷ്യരെ കൊല്ലാൻ ഞങ്ങൾ പോകുന്നത്. ഒരു തവളയെ പോലും വേദനിപ്പിക്കരുത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ തവളയുടെ കരച്ചില് തസ്ബീഹാണെന്നും അതിനെ നിങ്ങൾ കൊല്ലരുത് എന്നും പഠിപ്പിച്ച പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാതെ ഈ കുറുവടിയും ഈ കടാരയും ഈ കുന്തവുമായിട്ടുള്ള ഒരു ഇസ്ലാമിക ജിഹാദ് അതൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, ഇത് വിശ്വാസികളുടെ ഒരു പ്രതിഷേധമാണ്. ഈ വിശ്വാസികളുടെ പ്രതിഷേധം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാണാതിരിക്കരുത്. ഞങ്ങൾ ഒരിക്കലും ആവർത്തിച്ചു വീണ്ടും പറയുന്നു, അനധികൃതമായി അത് പൊതുസ്ഥലത്താണെങ്കിൽ പള്ളിയുടെ മതിലോ ഇനി പള്ളിയുടെ ഹൗദോ, പള്ളി തന്നെ നിൽക്കുന്നത് അങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഞങ്ങളത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ മുസ്തഫ തങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്പഞ്ചായത്തിന്റെ സമിതിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പള്ളിയുടെ മതില് പോയിട്ട് ആ പള്ളിയുടെ ഒരു 4 അയലത്ത് വരെ ആ ഒരു പ്രശ്നവുമായി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ അതേ സമയത്ത് ഞങ്ങൾ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ തയ്യാറാണ്. കാരണം ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ, പള്ളി എന്ന് പറയുന്നത് പള്ളിക്കൽ ബസാറും ഇല്ല, പള്ളി എന്ന് പറയുന്നത് അത് മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് അതിനോട് കൂറ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതിപ്പോ ഇവിടെ എല്ലാവർക്കും വളരെ വ്യക്തമായി കഴിഞ്ഞു. കാരണം അവർക്ക് പള്ളിയല്ല ആവശ്യം, ഈ പള്ളി പാർട്ടി ഓഫീസാക്കി മാറ്റലാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു പ്രക്ഷോഭത്തിന് ഇറങ്ങി വന്നതല്ല, ഞങ്ങളൊരു വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല. നാട്ടുകാർക്ക് ഈ സത്യാവസ്ഥ ബോധ്യപ്പെടണം. അതിനുവേണ്ടി വളരെ കൃത്യമായി പറഞ്ഞതാണ്. കാരണം അമുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇവര്. അമുസ്ലിമീങ്ങളോടൊക്കെ പറയും, കണ്ട ഒരു പൊതുസ്ഥലത്തുള്ള ഒരു സാധനം ഞങ്ങൾ കണ്ടോ, ഞങ്ങൾക്ക് ദേശക്കൂറാണ്, ഞങ്ങൾക്ക് ആ സ്നേഹമാണ്. നിങ്ങളെ ദേശക്കൂറും നിങ്ങളെ സമുദായ സ്നേഹവും നിങ്ങളെ ഇസ്ലാമിക
കാർഷിക പ്രേമമൊക്കെ ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ നാട്ടിലെ മറ്റു മതസ്ഥരോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത, മുസ്ലിമീങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ പള്ളി മുതൽ കെട്ടേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഹൗദ് കെട്ടേണ്ട ആവശ്യമില്ല. ഇത് ഇന്നോ ഇന്നലെയോ കെട്ടിയതുമല്ല. അതുകൊണ്ട് തന്നെ വഖഫ് വകുപ്പിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് സർവ്വ നടത്തട്ടെ. എന്നിട്ട് അത് അർഹതപ്പെട്ടതാണെങ്കിൽ ഞങ്ങളത് പൊളിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതല്ലാതെ മുസ്തഫ തങ്ങൾ പറയാ അത് അവിടെ മാത്രം പൊളിക്കണം, അപ്പൊ ഒരു പീടി അവിടുന്ന് പോകും, അപ്പൊ അതിന്റെ വാടക ഞമ്മക്ക് ഓൾക്ക് കിട്ടല് ഇല്ലാതാക്കും. ഇമാതിരി കുരുട്ടുബുദ്ധിയുടെ കളി കളിച്ചു വരുമ്പോ ഇതൊന്നും അറിയാൻ മാത്രം തലച്ചോറ് ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ അതിനെതിരെയാണ് ഈ മാർച്ച്, അതിനെതിരെയാണ് ഈ പ്രതിഷേധം. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭാവിക്ക് നല്ലതാണ്. കാരണം ഒരു വെള്ളിയാഴ്ച ദിവസം ഇത്രയും ആളുകൾ, പ്രായമായവരും ഉസ്താദുമാരും തങ്ങന്മാരും അതേപോലെ മുത്തഅല്ലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും കുട്ടികൾക്ക് ഈ സമുദായത്തിൽ തന്നെ പെട്ട ഒരു പാർട്ടിയുടെ ഇത്തരം ധാർഷ്ട്യതയ്ക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് നാണമുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഞങ്ങൾക്ക് ലജ്ജയുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ആവർത്തിച്ചു പോകാതിരിക്കാൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇവർ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചേളാരി വിഘടിത കക്ഷികൾക്ക് വേണ്ടിയിട്ട് എല്ലാ പണി ചെയ്തുകൊണ്ടിരിക്കാൻ. അവരുടെ അസൂയ ഇവിടം കൊണ്ടും തീരൂല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. ഈ മഞ്ചേരിക്കടുത്ത് പ്രിയപ്പെട്ടവരെ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകള് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വരിക. കഴിഞ്ഞ മുഹറം 10-നാണ് മദ്രസയ്ക്ക് കുറ്റിയടിക്കുന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 2 നില മദ്രസ കെട്ടിടം പൂർണ്ണമായും പണി കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനത്തിന് AP ഉസ്താദ് വരിക. ആ മദ്രസ ഉദ്ഘാടനത്തിന് പോകണമെങ്കിൽ ഒരു തോടിന്റെ മുകളിലൂടെ ഒരു 3/4 മീറ്റർ നീളത്തിലൊരു കോൺക്രീറ്റ് പാലം, ആ പാലത്തുമ്പോ കൂടി അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ കൗമ ചെയ്ത പണി എന്താ നിങ്ങള്? ഈ രാജ്യത്ത് ആരെങ്കിലും അതൊക്കെ ചെയ്യും? തലേന്ന് രാത്രി JCB കൊടുത്തിട്ട് ആ പാലം അങ്ങോട്ട് പൊളിച്ചു. ആ പാലം പൊളിച്ചു. ഈ AP എങ്ങനെ അപ്പുറത്തേക്ക് പോകാന്ന് നോക്കിയിരിക്കവര്. ഇവർക്കറിയോ SOSന്റെ SSFന്റെ ശക്തി? ഞങ്ങളുടെ മൊത്തൊരു മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാലല്ലെങ്കിൽ ശരി, ഹെലികോപ്റ്ററിൽ കൊണ്ട് ഇറക്കിയിട്ടാണെങ്കിലും ശരി, അതിനെ കൊണ്ട് മദ്രസ ഉദ്ഘാടനം ചെയ്യിക്കും. അന്നൊക്കെ രാത്രിക്ക് രാത്രി തന്നെ 1.25 മീറ്ററിന് പാലം അപ്പുറത്ത് കെട്ടി കോൺക്രീറ്റിന്റെ. എന്നിട്ട് ഉസ്താദ് മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. ആ പാലത്തുമ്പോ കൂടെ ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകൾ മദ്രസയിലേക്ക് എത്തിമ്പാളി നോക്കാൻ വേണ്ടി വന്നു. അപ്പൊ അവിടെ 28,000 രൂപ ചെലവഴിച്ചിട്ട് വലിയ ഒരു രീതിയിൽ അസ്മാഉൽ ബദർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ചെന്നിട്ട് പറഞ്ഞതെന്താ നിങ്ങള്? എങ്ങനെ പാലം കെട്ടാതിരിക്കുക, എങ്ങനെ ഇത്ര പെട്ടെന്ന് മദ്രസ ഉണ്ടാക്കാതിരിക്കുക? അറബികളുടെ പേരാണ് കംപ്ലീറ്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ അറബികളിൽ നിന്ന് മുഴുവൻ ഒരു പൈസയും വാങ്ങിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചേളാരികളെ, അത് അറബികളുടെ പേര് തന്നെ, ഒരർത്ഥത്തിൽ അറബികളുടെ പേര് തന്നെയാണ്. ബദരീങ്ങളൊക്കെ അറബികളാണ്, ബദരീങ്ങളാരും മലയാളികളില്ല. അത് അസ്മാഉൽ ബദറാണ്. നിങ്ങളെ ഷെറ് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ വിശ്വാസികളാണ്. ഞങ്ങൾ അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെക്കാറുള്ളത്. അല്ലാത്ത ഇരുട്ടിന്റെ മറവിലുള്ള മറ്റു പണികളൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിരോധവും ഈ വിദ്വേഷവും ഈ നിലയ്ക്ക് ഇവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് വിടാം. അവർക്ക് വേണ്ടിയിട്ടാണ് സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പണി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. മുസ്ലിം ലീഗ് മാറി ചിന്തിക്കണം. യൂത്ത് ലീഗുകാർ ഈ വിഷയത്തിലൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വരണം. MSFകാർ കുറച്ചുകൂടെ മുന്നോട്ട് വരണം. ആരാണ് ലീഗ് ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്? കഴിഞ്ഞ തവണ കരുവാരക്കുണ്ടിലെ അഷറഫലിക്കെതിരെ പരസ്യമായിട്ട് യോഗം വിളിച്ചതാരാ? ചേളാരികളുടെ നേതാവാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പഞ്ചായത്തിൽ, തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ ചേലേമ്പ്ര പഞ്ചായത്ത്, ആ ചേലേമ്പ്ര പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെതിരെ ആരാ സ്ഥാനാർത്ഥികളായി അവിടെ മത്സരിച്ചത്? ചേളാരി സുന്നികളാ. ആ ചേളാരി സുന്നികൾക്ക് വേണ്ടിയാണ് ലീഗ് ഇപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് നിങ്ങൾ ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെയും ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലനിൽക്കാൻ തയ്യാറാണ്. അത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച്. ഞങ്ങൾ ഒരിക്കലും രാജ്യദ്രോഹ നടപടിയിലേക്ക് പോകില്ല. ഈ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്ത് ഞങ്ങൾ ഒരിക്കലും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകില്ല. സമാധാനപരമായി ഈ നടത്തുന്ന പ്രക്ഷോഭങ്ങളെയും മാർച്ചുകളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവരുത്. പലരും ഞങ്ങളെ ഈ വിഷയത്തിൽ, ഈ പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പല ആളുകൾക്കും ഈ വിഷയത്തിലൊക്കെ നല്ല വിഷയത്തിലുള്ള സമീപനം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ചില വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വേണ്ടി അത് മാറ്റിമറിച്ച് ഒരു പ്രശ്നമുണ്ടാക്കി പള്ളിക്കൽ ബസാർ വലിയൊരു വിവാദവും പ്രശ്നവും ഉണ്ടാക്കി തീർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്. വളരെ സമാധാനത്തോടുകൂടെ നമ്മുടെ നാടുകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
തമ്മിലുള്ള ആ ഐക്യവും സാഹോദര്യവും സന്തോഷവും യോജിപ്പും ഒക്കെ കാത്തു സൂക്ഷിച്ച് നമുക്ക് കഴിയണം. അതിന് എല്ലാവരും, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. പൂർണ്ണമായും നിങ്ങളോട് സഹകരിക്കാൻ മുസ്ലിം ജമാഅത്ത് ഉണ്ടാകും, SYS ഉണ്ടാകും, SSF ഉണ്ടാകും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വാക്യത്തിൽ ഈ യോഗത്തിന്റെ, ഈ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സാദാത്തുക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ അനുമതിയോടുകൂടെ തുടങ്ങിവെച്ചതായി അറിയിച്ചുകൊണ്ട്, നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.